മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി, ഔദ്യോഗിക ഭാവി നിർണ്ണയിക്കുന്ന പന്ത് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും പാർട്ടിയും DYFI, SFI സംഘടനകളുമെല്ലാം തന്നെ പ്രത്യക്ഷ സമരരംഗത്ത് നിൽക്കുമ്പോഴാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കേസ് ഗവർണറുടെ അനുമതിക്കായി വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ, നടപടിയെടുക്കണമെങ്കിൽ ഭരണത്തലവനായ ഗവർണർ അനുമതി നൽകേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ എറണാകുളം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ ഹർജിയിലാണ് വളരെ നിർണായകമായ ഈ വിധി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം കേരളീയർ ഒരിക്കലും മറക്കാത്ത, കേരളീയർ മുഴുവൻ ലൈവായി കണ്ട ഒന്നാണ്. സർക്കാരിൻ്റെ നവകേരള യാത്ര മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെ പ്രത്യേക ബസ് സജ്ജമാക്കി യാത്ര ചെയ്തപ്പോൾ അതിനെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ, SFIക്കാരും DYFIക്കാരും ചെടിച്ചട്ട് കൊണ്ടും വടികൊണ്ടും പൊതിരെ തല്ലുന്ന രംഗം മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ സമയത്ത് ബസ്സിൻ്റെ ഒന്നാം സീറ്റിലിരുന്ന ഒന്നാമനായ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ്. അതായത് അവർ തല്ലുകയായിരുന്നില്ല, ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി കാണിക്കുമ്പോൾ അവരുടെ ജീവൻ അപകടപ്പെടാതിരിക്കാൻ അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു ചെയ്തത് എന്നായിരുന്നു മുഖ്യമന്ത്രി പലവട്ടം ആവർത്തിച്ചത്. ഈ നിമിഷം വരെയും അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയിട്ടുമില്ല. കണ്ണൂരിൽ ചെടിച്ചട്ടി കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തലക്കടിച്ചപ്പോഴും മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി വിഭാഗം ഗൺമാൻ അടക്കം ഇറങ്ങി കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആലപ്പുഴയിൽ മർദ്ദിച്ചപ്പോഴുമെല്ലാം ഈ ജീവൻ രക്ഷാ പ്രയോഗം മന്ത്രം പോലെ മുഖ്യമന്ത്രി ഉരുവിട്ടു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകേണ്ട, സംരക്ഷണം നൽകേണ്ട ആഭ്യന്തരം കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി നഗ്ന നേത്രങ്ങൾ കൊണ്ട് താൻ തന്നെ സാക്ഷ്യം വഹിച്ച ഒരു സംഭവത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തിയതിനെതിരെയാണ് ഷിയാസ് കോടതിയെ സമീപിച്ചത്. എറണാകുളം സെൻട്രൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ആണ് കോടതിയെ ബോധിപ്പിച്ചത്. പക്ഷേ കോടതി അത് അവഗണിച്ചുകൊണ്ട് കേസെടുക്കുകയും പരാതിക്കാരൻ്റെ അഭിഭാഷകൻ്റെ വാദങ്ങൾ കേൾക്കുകയും ഏറ്റവും ഒടുവിൽ ഈ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഗവർണറുടെ അനുമതി അതിനിർണായകമായിരിക്കുന്ന സന്ദർഭത്തിലാണ് മുൻ ഗവർണർ ആരിഫ് ഖാനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സമരം പോലെ ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം ഗവർണറുടെ വസതിയിൽ വെച്ചതും അതിൽ കാവിക്കൊടി പ്രദർശിപ്പിച്ചതും ഭരണഘടനാ ലംഘനമാണ് എന്ന്, ഗവർണർ അയോഗ്യനാണ്, ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണ് എന്ന് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ നിയമമന്ത്രി രാജീവ് അടക്കം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകുകയും ഗവർണർ അതിന് മറുപടി നൽകുകയും അങ്ങനെ പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കെ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകേണ്ട അവസരം ഗവർണർക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1 കേസ് പരിഗണിക്കുമ്പോൾ ഗവർണറുടെ അനുമതി ഹാജരാക്കാനാണ് എറണാകുളം CJM കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.